പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ 72-ാം ഓർമ്മ പെരുന്നാൾ നാം കൊണ്ടാടുകയാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ പദയാത്രകൾ, പരിശുദ്ധ കുർബാനകൾ, ധ്യാനചിന്തകൾ, വചന പ്രഘോഷണങ്ങൾ, പുണ്യകർമ്മങ്ങൾ എന്നിവകളിലൂടെ ഈ ഓർമ്മ നാം കൊണ്ടാടുന്നു. ഓർമ്മയ്ക്ക് ഒത്തിരി മാനങ്ങളുണ്ട്. ദൈവം ഓർത്തവരും ദൈവത്തെയാൽ ഓർക്കപ്പെട്ടവരും ദൈവത്തെ ഓർത്തവരുമായവരുടെ ഒരു വലിയ നിര വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവ് സ്ഥാപിച്ച് പരമേൽപ്പിച്ചതാണ് പരിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ, വിയോഗത്തിൻ്റെ, ഓർമ്മ പുതുക്കലിൻ്റെ നാളുകളിൽ പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ച് കൂടി മരണപ്പെട്ടവരുടെ വാക്കുകളും ഉപദേശങ്ങളും ജീവിത രീതികളും പെരുമാറ്റ പ്രത്യേകതകളും കരുതലും കരുണയുമൊക്കെ പരസ്പരം പങ്കുവയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. മക്കൾ മാതാപിതാക്കളുടെ ജീവിക്കുന്ന സ്മാരകങ്ങളാണ്. മാതാപിതാക്കളിൽ മരണപ്പെട്ടവരിൽ വിളങ്ങിയിരുന്ന നന്മകൾ മക്കളിലൂടെ തുടരുമ്പോൾ മരിച്ചുപോയ മാതാപിതാക്കളും മരണപ്പെട്ടവരും ധന്യരായിത്തീരും, വിശുദ്ധരായിത്തീരും. ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ വെറുമൊരു ഓർമ്മ മാത്രമായാൽ മതിയോ? പോരാ. ഒരദൃശ്യകരം തന്നെ വലിച്ചു കൊണ്ടുപോകുന്നതായി തനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് ഗിരിദീപത്തിൽ ധന്യൻ മാർ ഇവാനിയോസ് പിതാവ് പറയും. ഈ അദൃശ്യകരത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരണമായ ജീവിതമാണ് ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൽ നാം ദർശിക്കുക. തൻ്റെ ദൈവവിളിയും കഴിവും പഠനവും തൻ്റെ സ്ഥാനമാനങ്ങളും സത്യ അന്വേഷണവും സന്യാസവും പുനരൈക്യവും മുണ്ടമലയിൽ നിന്നുള്ള പടിയിറങ്ങലും എല്ലാം ഈ അദൃശ്യശക്തിയുടെ പ്രേരണയ്ക്കനുസരണമായിട്ടായിരുന്നു എന്ന് പിതാവ് പറയും. ഓർമ്മനാളിൽ ഒരുമിച്ച് കൂടുന്ന നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പിതാവിനെ പോലെ എനിക്ക് നിങ്ങൾക്കും പറയാനാവുമോ? അദൃശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരണമായിട്ടാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന്. ഈ അദൃശ്യശക്തിയാൽ നയിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന മാർഗവും ലക്ഷ്യവും മനസ്സിലാക്കിയ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ വെളിപ്പെടുത്തലാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ദൈവസമ്പാദനം സേവനത്തെക്കാൾ അത്യുത്തമം എന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ
ഇപ്രകാരം പറയും: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ഈ വചനത്തിലെ തിരിച്ചറിവ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കും: ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നും വരുന്നു. ഈ വചനത്തിലെ തിരിച്ചറിവ്, നീ ചലിക്കുന്നതിൻ്റെ ഊർജ സ്രോതസ്, നീ ശ്വസിക്കുന്നതിൻ്റെ ഊർജ സ്രോതസ്, നീ നേരെ നിൽക്കുന്നതിൻ്റെ ഊർജ സ്രോതസ്, നീ ആപത്തിൽ വീഴാതിരിക്കുന്നതിൻ്റെ ഊർജ സ്രോതസ് ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ആധ്യാത്മിക പിതാവിൻ്റെ ഉപദേശമാണ്, ദൈവസമ്പാദനമാണ് ദൈവസേവനത്തെക്കാൾ അത്യുത്തമം എന്നത്. അമ്മയുടെ മാറിലെ സുരക്ഷിതത്വത്തിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ പോലെ വെടിക്കെട്ടിൻ്റെയും വാദ്യമേളങ്ങളുടെയും ജനക്കൂട്ടത്തിൻ്റെ ബഹളങ്ങളുടെയും ഇടയിൽ ഉത്സവപ്പറമ്പിൽ അപ്പൻ്റെ കരം പിടിച്ചു നടക്കുന്ന കുഞ്ഞിൻ്റെ ഭയമില്ലായ്മ പോലെ, വായു പോലെ എപ്പോഴും തന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞവൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഉപദേശമാണ്, ദൈവസമ്പാദനമാണ് ദൈവസേവനത്തെക്കാൾ അത്യുത്തമം എന്നത്. ഈ തിരിച്ചറിവിലേക്ക് വരുന്നവൻ പറയും, അനുഭൂതി നിറഞ്ഞു പറയും, പത്രോസിനെ പോലെ പറയും. തേജസ്കരണ വേളയിൽ പത്രോസ് പറഞ്ഞു, ആ അനുഭൂതിയിൽ നിറഞ്ഞിട്ട് പത്രോസ് പറഞ്ഞു, നമുക്കിവിടെ തന്നെ ഇരിക്കാം, 3 കൂടാരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. സങ്കീർത്തനം 73:25 ഇപ്രകാരം പറയും: സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് രാത്രിയുടെ യാമങ്ങളിൽ, എല്ലാവരാലും ഒറ്റപ്പെട്ട വേളകളിൽ നെഞ്ചത്തടിച്ച് ദൈവത്തോട് ധന്യൻ മാർ ഇവാനിയോസ് പ്രാർത്ഥിച്ചത്. സങ്കീർത്തനം 73:28 വീണ്ടും പറയും: ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് എൻ്റെ ആനന്ദം. അമ്മ ത്രേസ്യയെപ്പോലെ, കൊച്ചു ത്രേസ്യയെപ്പോലെ, ബർണാദിത്തയെപ്പോലെ യേശുവിനോടൊപ്പവും യേശുവിനു വേണ്ടിയുമുള്ള മിസ്റ്റിക് ആത്മീയതയുടെ, അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസിൻ്റെ ആത്മീയതയുടെ ആഴത്തിൽ നിന്നുള്ള പിതാവിൻ്റെ പ്രഘോഷണമാണ് ദൈവസമ്പാദനം ദൈവസേവനത്തെക്കാൾ അത്യുത്തമം എന്നത്. ദൈവം എൻ്റെ അവകാശം എന്ന 16-ാം സങ്കീർത്തനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം മാത്രം ഓഹരിയായിട്ടുള്ളവനാണ് പുരോഹിതനെന്നും, ആ ഓഹരി കണ്ടെത്തുവാൻ, സമ്പാദിക്കുവാൻ പുരോഹിതരെ ആഹ്വാനം ചെയ്യുന്ന ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പയ്ക്കും 100 വർഷങ്ങൾക്ക് മുമ്പേ ദൈവസമ്പാദനമാണ് അത്യുത്തമമെന്ന് ഉറക്കെ പ്രഘോഷിച്ച് ദൈവ ആശ്രയത്വത്തിൽ അഭയം പ്രാപിച്ച ഒരു മഹാപുരോഹിതനെ, സന്യാസിവരനെ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൽ നാം കണ്ടു. ദൈവം മാത്രം സമ്പത്തായുള്ളവനെ പിതാവിൽ, ഈ ധന്യൻ മാർ ഇവാനിയോസ് പിതാവിൽ നമ്മൾ കണ്ടു. മിസ്റ്റിക്കൽ ആത്മീയതയുടെ ആത്മാവ് സങ്കീർത്തനം 63:1 എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു,
ഞാൻ നിനക്കായി കാത്തിരിക്കും. ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമിയെപ്പോലെ എൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ദാഹിച്ചിരിക്കുന്നു എന്ന് പാടുന്നവനെ പോലെ ദൈവത്തെ സ്വന്തമാക്കുവാൻ കാത്തിരിക്കണം. അതാണ് ഉത്തമമായിട്ടുള്ളത് എന്നാണ് പിതാവ് ദൈവസമ്പാദനം, ദൈവസേവനത്തേക്കാൾ അത്യുത്തമം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. ബദനിയിലെ അടുക്കളയിൽ ഓടി നടന്ന് ജോലി ചെയ്യുന്ന മാർത്തായുടെ ജോലിയേക്കാൾ ഉത്തമം യേശുവിൻ്റെ പാദാന്തികത്തിങ്കിലിരുന്ന് അവൻ്റെ അധരങ്ങളിൽ നിന്നും വീഴുന്ന വചനം കേൾക്കുന്നതാണ് എന്ന് പഠിപ്പിച്ച യേശുവചനം വന്യതാതൻ്റെ ദൈവസമ്പാദനമാണ്. ദൈവസേവനത്തേക്കാൾ അത്യുത്തമം എന്ന് പറയുന്ന വേളകളിലൊക്കെ നമ്മൾ ഓർക്കണം. സഭയുടെ പ്രയാണത്തിൽ സന്യസ്തർക്കും വൈദികർക്കും സഭാമക്കൾക്കുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് സ്ഥാപനവൽക്കരണവും സേവനപരതയും. ഇവിടെ തൻ്റെ മക്കൾ മുറുകെ പിടിക്കേണ്ട, മറന്നുപോകാതിരിക്കേണ്ട, ജാഗരൂകരായിരിക്കേണ്ട വാക്കുകളാണ് ദൈവസമ്പാദനം, ദൈവസേവനത്തേക്കാൾ അത്യുത്തമം എന്നത്. സർവസമ്പത്തിൻ്റെയും സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമായ ദൈവം, ആ ദൈവത്തെ സമ്പാദിക്കുന്നതാണ് സേവനത്തേക്കാൾ അത്യുത്തമം എന്നാണ് പിതാവ് നമ്മെ പഠിപ്പിച്ചത്. പിതാവിൻ്റെ ഓർമ്മകളുമായി മധ്യസ്ഥം യാചിച്ച് കബറിടത്തിൽ ഓടിയെത്തുന്ന ഞാനും നിങ്ങളും പിതാവ് പറഞ്ഞ ഈ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുകയും ദൈവത്തെ കൊണ്ട് നിറഞ്ഞവരായി, ദൈവസ്വരം കേൾക്കുന്നവരായി, ദൈവത്താൽ നയിക്കപ്പെടുന്നവരായി തീരുവാൻ വേണ്ടി നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ പ്രാർത്ഥിക്കാം. ഈ തിരിച്ചറിവിലേക്ക് വളരുവാൻ നമുക്ക് പരിശ്രമിക്കാം. ധന്യൻ മാർ യോഹന്നാനോസ് പിതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി.